പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ പറയുന്നത് അനുസരിക്കുമ്പോൾ അത്ഭുതകരമാമിതം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ഈ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തരുന്ന വലിയൊരു വാഗ്ദാനമാണ്. അവനിൽ വിശ്വസിക്കുക, അവനെ അനുസരിക്കുക, നമ്മുടെ ചിന്തക്കപ്പുറമാം തമ്പുരാൻ പ്രവർത്തിക്കും. ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു ശിമയോനോട് പറഞ്ഞു, ആഴമുള്ള വെള്ളത്തിൽ നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഓർക്കെ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് പറഞ്ഞു, ആഴമായ വെള്ളത്തിലേക്ക് നിങ്ങൾ വലയിറക്കുക. തമ്പുരാൻ അത്ഭുതം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പത്രോസിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. അതിന് എന്ത് ചെയ്യണം? യേശുവിൻ്റെ കൽപ്പനകളോ വാക്കുകളോ എനിക്ക് യുക്തിരഹിതമായി തോന്നുമ്പോഴും അവനിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ നയിക്കും. നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ, ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. നീ ചുമ്മാ ദൈവം പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ഒരുപക്ഷെ സാധാരണ ജോലിയായിരിക്കാം, പക്ഷേ ദൈവം നിന്നെ അസാധാരണ വിധം ഒരു വിളിയിലേക്ക് നിന്നെ മാറ്റും. ഒന്ന് ചിന്തിച്ച് പ്രിയമുള്ളവർ, ഒരു രാത്രിയിലെ ഫലമില്ലാത്ത പരിശ്രമത്തിന് ശേഷം കർത്താവ് എന്ന് പറയാണ്, ആഴത്തിലേക്ക് അകലങ്ങളിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക എന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനം അവർ അനുസരിച്ചോളൂ. ജസ്റ്റ് ഒന്നും പറഞ്ഞില്ല, അങ്ങ് അനുസരിച്ചോളൂ. അപ്പോൾ എന്തു സംഭവിച്ചു? ധാരാളം മത്സ്യങ്ങളെ പിടിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോടുള്ള എൻ്റെ അനുസരണം എൻ്റെ പ്രയത്നങ്ങളെ മറികടക്കുന്ന ദിവ്യശക്തിയിലും അനുഗ്രഹങ്ങളിലും കലാശിക്കുമെന്ന് ഈ സംഭവം തെളിയിക്കുക. ഓർത്തെ പ്രിയമുള്ളവരെ, ചുമ്മാ അനുസരിക്കുന്ന നിമിത്തമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പരിശ്രമങ്ങളെ മറികടക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യശക്തിയിലും അനുഗ്രഹത്തിലും പര്യവസാനിക്കും. ഒപ്പം മറക്കരുത്, നമ്മുടെ സ്വയാശ്രയത്തിൽ നിന്നും യേശുവിനെ ആശ്രയിക്കുന്ന ഒന്ന് സംഭവിക്കുമ്പോൾ, അതായത് എൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മത്സ്യപിടുത്തത്തിൽ നിന്നും മനുഷ്യപ്പെടുത്തുന്ന വലിയ പരിവർത്തനത്തിന് നിന്നെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസവും അനുസരണവും യേശുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് യുക്തിസഹജമായ ഒന്നാണെങ്കിൽ പോലും നമ്മൾ അനുസരിക്കുമ്പോൾ ഉടനെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവനിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ, പ്രിയമുള്ളവരെ, പത്രോസിനെ പോലെ പ്രാരംഭത്തിൽ നിരാശയും പരാജയബോധം ഉണ്ടായിരുന്നിട്ടും യേശുവിനെ അനുസരിച്ചപ്പോൾ അത്ഭുതമാമുതം കർത്താവ് ഇടപെടുന്നുണ്ട്. നാം യേശുവിൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരിക്കലും സ്വയം ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവം പറയുന്ന പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തീരുമാനം ധീരവും പ്രതീക്ഷയുള്ളതുമായ ഒരു വിശ്വാസത്തെ പ്രായോഗികമായി ഏറ്റുപറയാനുള്ള ഒന്നായി മാറും. വീണ്ടും പരിചയത്തിൻ്റെ സുരക്ഷത്തിൽ നിന്നും ആറവസ്ഥയിൽ തുടരുന്നതിന് പകരം ദൈവം എന്തു ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് എൻ്റെ ദുർബലതയും വിശ്വാസത്തിൻ്റെമായ ഒരു സ്ഥലത്തേക്ക് നീങ്ങുവാൻ എന്നെ പ്രേരിപ്പിക്കുക. ഓർക്ക പ്രിയമുള്ളവരെ, പരിചിതമായ എൻ്റെ സുരക്ഷത്തിൽ നിന്നും ആ അവസ്ഥ തുടരുന്നതിന് പകരം ദൈവം എന്തു ചെയ്യണമെന്ന് പ്രതീക്ഷിച്ച് എന്നെ ഏൽപ്പിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അനുസരണത്തോടുകൂടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ ചെയ്യുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. മറക്കരുത്, നീ ദൈവത്തെ അനുസരിക്കുക, ദൈവം പറയുന്നത് കേൾക്കുക, നിന്നിൽ വലിയ അത്ഭുതം കർത്താവ് ചെയ്യും. ഈ ദിവസം അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണുവാൻ തക്ക തരത്തിൽ ഒരു വിശ്വാസത്തോടുകൂടി എല്ലാം അനുസരിക്കുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. മറക്കരുത്, ഇത് അച്ഛൻ വാഗ്ദത്ത പേടകം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നിങ്ങൾ
നിങ്ങളുടെ കൊച്ചു വിശ്വാസം, കൊച്ചനുസരണത്തിൻ്റെ ഓരോ മാതൃകകൾ സമർപ്പിക്കുക. ദൈവം നിനക്ക് വലിയ ശക്തിയായി, വലിയ വളർച്ചയായി, വലിയ ഇടപെടലായി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ശക്തിപ്പെടുത്തട്ടെ, വിശ്വാസം ആഴപ്പെടുത്തട്ടെ. നിന്റെ ജീവിതത്തിൽ വലിയ ഇടപെടൽ അനുഭവിക്കുന്ന, ദൈവത്തോട് കൂടിയാകുന്ന, പുതിയ വ്യക്തിത്വം സ്വീകരിക്കുന്ന, പുതിയ ദൗത്യം സ്വീകരിക്കുന്ന, ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുന്ന ഒരു ദിവസമായി ഇന്ന് കർത്താവ് നിങ്ങളെ മാറ്റും. പത്രോസിനെയും കൂട്ടുകാരെയും മാറ്റിയതുപോലെ നമ്മെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.